വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ മാർക്കോസ് രചിച്ച നമ്മുടെ കർത്താവ് ഈശോയുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 9, 38 മുതൽ 41 വരെയുള്ള വാക്യങ്ങൾ. നമുക്കെതിരില്ലാത്തവൻ നമ്മുടെ ഭാഗത്താണ്. യോഹന്നാൻ അവനോട് പറഞ്ഞു, ഗുരു, നിന്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുന്ന ഒരാളെ ഞങ്ങൾ കണ്ടു. ഞങ്ങൾ അവനെ തടഞ്ഞു, കാരണം അവൻ നമ്മളെ അനുഗമിച്ചില്ല. യേശു പറഞ്ഞു, അവനെ തടയേണ്ട. ഒരുവന് എന്റെ നാമത്തിൽ അത്ഭുത പ്രവൃത്തി ചെയ്യാനും ഉടനെ എന്നെക്കുറിച്ച് ദൂഷണം പറയാനും സാധിക്കുകയില്ല. നമുക്ക് എതിരില്ലാത്തവൻ നമ്മുടെ പക്ഷത്താണ്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാകയാൽ അവന്റെ നാമത്തിൽ ആരെങ്കിലും നിങ്ങൾക്കൊരു പാത്രം വെള്ളം കുടിക്കാൻ തന്നാൽ അവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല. നമുക്കെതിരല്ലാത്തവൻ നമ്മുടെ ഭാഗത്താകുന്നു. യേശു തന്റെ കാഴ്ചപ്പാടുകൾ ശിഷ്യന്മാരുമായിട്ട് പങ്കുവെക്കുന്ന സമയമായിരുന്നിരിക്കണം അത്. ആ സമയത്ത് യേശുവിന്റെ പ്രത്യേക സ്നേഹത്തിന് പാത്രീഭൂതനായി തീർന്ന യോഹന്നാൻ ഒരു പ്രത്യേക പ്രശ്നം യേശുവിന്റെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ്. യോഹന്നാന്റെ പ്രശ്നം ഇതായിരുന്നു: യേശുവിന്റെ നാമത്തിൽ ഒരു വ്യക്തി സമൂഹത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതായിട്ട് യോഹന്നാൻ കണ്ടു. അയാൾക്ക് വെച്ച് നീട്ടപ്പെട്ട ക്ഷണം അയാൾ നിരസിക്കുകയും ചെയ്തു. അത് യോഹന്നാനെ അല്പം നീരസം ഉണ്ടാക്കി. സ്വാഭാവികമായിട്ട് ഈ പ്രശ്നം യേശുവിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ട് യോഹന്നാൻ യേശുവിനോട് അപേക്ഷിക്കുന്നത്, അങ്ങയുടെ പേരിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്ന ആ മനുഷ്യൻ എന്നാൽ വെച്ചു നീട്ടപ്പെട്ട ക്ഷണം സ്വീകരിക്കാതെ വന്നപ്പോ അത് ശരിയായിട്ടുള്ളൊരു രീതിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് അങ്ങയുടെ പേരിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്ന ആ പ്രവർത്തനങ്ങള് നിരോധിക്കണം എന്നുള്ളതായിരുന്നു യോഹന്നാന്റെ ആവശ്യം. യേശു അതിന് ഉത്തരമായിട്ട് നൽകുന്ന പ്രതികരണങ്ങള് ശ്രദ്ധ അർഹിക്കുന്നതാണ്. യേശു പറയുന്നു, ഒരു വ്യക്തി എതിരാണെന്ന് തെളിയിക്കപ്പെടാത്തോടത്തോളം കാലം ആ വ്യക്തി നമുക്ക് അനുകൂലമാണ് എന്ന് നാം ധരിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ തെളിയിക്കപ്പെടണം എന്നുവരികിൽ തക്കതായിട്ടുള്ള തെളിവുകളും ഉചിതമായ കാരണങ്ങളും ഉണ്ടെങ്കിലേ ആ വ്യക്തിയുടെ നിലപാടിനെ സംബന്ധിച്ച് വ്യക്തമായ തീരുമാനങ്ങൾ എടുക്കാനാവൂ. നമ്മുടേതായിട്ടുള്ള ധാരണയുടെ അടിസ്ഥാനത്തിൽ ഒരു വ്യക്തിയെ വിധിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് വേണ്ട തെളിവുകളും മറ്റ് കാരണങ്ങളും നമുക്ക് ലഭ്യമല്ലാത്ത സ്ഥിതിക്ക് നിങ്ങൾ കരുതേണ്ടത് ആ വ്യക്തി എനിക്ക് അനുകൂലമായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നതിൽ തെറ്റില്ല. ഇത് സാധാരണ ജീവിതത്തെ സംബന്ധിച്ചും മനുഷ്യർക്ക് പ്രാവർത്തികമാക്കാൻ ഇടവരേണ്ട നിത്യസനാതനമായിട്ടുള്ള ഒരു സത്യം യേശു ആ അവസരം പ്രമാണിച്ച് ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നതായിട്ട് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ടാണ് നമുക്ക് എതിരല്ലാത്തവൻ നമുക്ക് അനുകൂലിയാകുന്നു എന്ന ശ്രദ്ധേയമായിട്ടുള്ള ഒരു പ്രസ്താവന യേശു ഇവിടെ പുറപ്പെടുവിക്കുന്നത്.